2013 ക്ലാസ് കട്ട് ചെയ്താണ് ഞാൻ ദൃശ്യം എന്ന സിനിമ കാണുന്നത്. 13 വർഷങ്ങൾക്കിപ്പുറം ബാംഗ്ലൂരിലെ ഒരു PVRൽ ദൃശ്യം 3യും കണ്ടു. 13 വർഷം കൊണ്ട് ദൃശ്യം എന്ന സിനിമ കേരളവും ഇന്ത്യയും കടന്ന് ലോകമറിയുന്ന ഒരു ബ്രാൻഡായി മാറിയ കഥ 90 സെക്കൻഡിൽ നോക്കിയാലോ. വെൽക്കം ടു എക്സ്പ്ലെയിൻഡ് ഇൻ 90 സെക്കൻഡ്സ്. 2013 ഓഗസ്റ്റിൽ മെമ്മറീസ് എന്ന വലിയ ഹിറ്റിന് ശേഷം അതേ വർഷം ഡിസംബറിലാണ് ജീത്തു ജോസഫ് ദൃശ്യം എന്ന സിനിമയുമായി എത്തുന്നത്. ഒരു സാധാ ഫാമിലി സിനിമ എന്ന രീതിയിൽ മാർക്കറ്റ് ചെയ്യപ്പെട്ട സിനിമ അതിന്റെ ക്ലൈമാക്സ് ട്വിസ്റ്റ് കാരണം മോളിവുഡിലെ ഏറ്റവും വലിയ വിജയമായി മാറി. കഴിഞ്ഞ 2 വർഷത്തിനിടയ്ക്ക് ഒരു മലയാള സിനിമയ്ക്ക് ഇത്രയും പ്രേക്ഷകരെ കിട്ടുന്നത് ഇതാദ്യമായാണെന്ന് തിയേറ്ററുമായി ബന്ധപ്പെട്ടവർ. സിനിമ വലിയ വിജയമായപ്പോൾ അത് മറ്റു ഭാഷകളിലേക്ക് റീമേക്ക് ചെയ്യപ്പെട്ടു. ആദ്യ റീമേക്ക് 2014 കന്നഡയിൽ ദൃശ്യ എന്ന പേരിൽ പുറത്തിറങ്ങി. തെലുങ്കിൽ ദൃശ്യം എന്ന പേരിലും തമിഴിൽ പാപനാശം എന്ന പേരിലും ജീത്തു ജോസഫ് തന്നെയാണ് റീമേക്കുകൾ സംവിധാനം ചെയ്തത്. എല്ലാ ഭാഷയിലും സിനിമ വലിയ ഹിറ്റായെങ്കിലും 2015 ഹിന്ദി പതിപ്പ് വന്നതോടുകൂടിയാണ് ദൃശ്യം ഒരു പാൻ ഇന്ത്യൻ സെൻസേഷനായി മാറുന്നത്. ധർമ്മയുദ്ധ എന്ന പേരിൽ ശ്രീലങ്കയിലും ഷീപ്പ് വിത്തൌട്ട് എ ഷെപ്പേർഡ് എന്ന പേരിൽ ചൈനയിലും പടം റീമേക്ക് ചെയ്യപ്പെട്ടു. ഇന്ത്യൻ പതിപ്പുകളെല്ലാം ഒരേ കഥ പിന്തുടർന്നപ്പോൾ ചൈനയിൽ നായകൻ പോലീസിന് കീഴടങ്ങുന്നതാണ് ക്ലൈമാക്സ്. 2021 ജിത്തു ജോസഫ് തന്നെ ദൃശ്യം 2വുമായി തിരിച്ചെത്തി. മലയാളത്തിൽ OTT റിലീസായാണ് സിനിമ വന്നതെങ്കിലും രണ്ടാം ഭാഗവും കന്നഡയിലും തെലുങ്കിലും ഹിന്ദിയിലും റീമേക്ക് ചെയ്യപ്പെട്ടു. കമൽഹാസനും ഗൗതമിയും വേർപിരിഞ്ഞതുകൊണ്ട് തമിഴിൽ രണ്ടാം ഭാഗം സംഭവിച്ചില്ല. നായകൻ കീഴടങ്ങിയതുകൊണ്ട് ചൈനീസിലും രണ്ടാം ഭാഗം സംഭവിച്ചില്ല. പക്ഷേ ശ്രീലങ്കയിൽ രണ്ടാം ഭാഗവും റീമേക്ക് ചെയ്യപ്പെട്ടു. രണ്ടാം ഭാഗവും വലിയ ഹിറ്റായപ്പോൾ ദൃശ്യം എന്ന ഫ്രാഞ്ചൈസ് ഒരു ഇന്റർനാഷണൽ ബ്രാൻഡായി മാറുകയായിരുന്നു. എല്ലാവരും പാൻ ഇന്ത്യൻ പാൻ വേൾഡ് കൊറിയൻ, സ്പാനിഷ്, ഇന്തോനേഷ്യൻ, ഇംഗ്ലീഷ് അങ്ങനെ 4 അന്താരാഷ്ട്ര ഭാഷകളിൽ സിനിമ റീമേക്ക് ചെയ്യാനുള്ള റൈറ്റ്സ് വിൽക്കപ്പെട്ടു. ഏറെ കാത്തിരിപ്പിന് ശേഷം ദൃശ്യം 3യും എത്തിയിരിക്കുകയാണ്. നിറഞ്ഞ സദസ്സുകളിൽ ബോക്സ് ഓഫീസ് റെക്കോർഡുകളെല്ലാം തകർത്തുകൊണ്ട് ദൃശ്യം 3 മുന്നേറുകയാണ്. ഹിന്ദി പതിപ്പിന്റെ മാത്രമാണ് 3ാം ഭാഗം പ്രഖ്യാപിക്കപ്പെട്ടിട്ടുള്ളത്. മലയാളത്തിൽ നിന്നും വ്യത്യസ്തമായ കഥയായിരിക്കുമെന്നാണ് റിപ്പോർട്ടുകൾ. പക്ഷെ ഉപ്പോളം വരുമോ ഉപ്പിലിട്ടത് എന്ന് ഒക്ടോബർ വരെ കാത്തിരുന്ന് കാണണം. കൂട്ടത്തോട് പറഞ്ഞേ ഒറ്റ വീണ്ടും കാട് കയറിയത്.